ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ലിറ്റിൽ ഗ്രസൽസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബിൽ ഒട്ടുമിക്ക ആൾക്കാരും തിരഞ്ഞെടുക്കുന്ന ഒരു സംഭവമാണ് എങ്ങനെ പെട്ടെന്ന് വെളുക്കാന്നുള്ളത്. അപ്പോൾ പെട്ടെന്നൊന്നും വെളുക്കാൻ പറ്റൂല, എന്നാലും നമുക്ക് കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും വെളുക്കാനുള്ള ഒരു ഉഗ്രൻ ഹോം റെമഡിയാണ്. അപ്പോൾ അത് മറ്റൊന്നുമല്ല, ഉലുവ. അപ്പോൾ ഉലുവ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനും ഹെയറിനൊക്കെ ബെസ്റ്റാണ്. മാത്രമല്ല ഹെൽത്ത് പ്രോബ്ലംസിനാണെങ്കിലും ഉലുവ ബെസ്റ്റാണ്. അപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് തയ്യാറാക്കുന്ന ഒരു ഫേസ് പാക്കാണിത്. അപ്പോൾ ഇന്നത്തെ ഫേസ് പാക്ക് ഞാൻ ഓയിലി സ്കിന്നിനും ഡ്രൈ സ്കിന്നിനും വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അത് മാത്രമല്ല കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഉലുവ മാത്രമുള്ള ഫേസ് പാക്ക് ഇടാം. അപ്പോൾ നിങ്ങൾ ഫേസ് പാക്ക് ഇടുന്നതിന് മുമ്പ് നന്നായിട്ട് ഫേസ് ക്ലീൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഫേസ് പാക്ക് ഒരു 50% ഉണങ്ങുമ്പോൾ ഒന്ന് വെള്ളം തളിച്ചു കൊടുക്കുക. കാരണം ഈ ഉലുവ നമ്മുടെ മുഖത്തായി കഴിഞ്ഞാൽ നമുക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ വെള്ളം തളിച്ചിട്ട് വീണ്ടും ഒരു 50% ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് വീണ്ടും വെള്ളം തളിച്ചിട്ട് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് കഴുകി കളയുക. അപ്പോൾ ഇതിങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു 3-4 തവണ ഉപയോഗിച്ചാൽ മതി. ഒരു മാസമെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടും. നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടല്ലോ, ഇത് നമുക്ക് ഹെയർ പാക്ക് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഹെയർ പാക്ക് ഇടുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അകാലനര ഉണ്ടാവില്ലേ പലർക്കും. അപ്പോൾ ഈ അകാലനര വരുന്നത് തടയാനായിട്ട് ഈ ഉലുവ അരച്ചത് തലയിൽ തേക്കുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റാണ്. അപ്പോൾ ഈ ഫേസ് പാക്ക് കൊണ്ട് നമുക്ക് 2 യൂസാണ്. അപ്പോൾ അത് ബാലൻസ് വരുന്നത് നിങ്ങൾ തലയിലും അപ്ലൈ ചെയ്തോളൂ. തലയിൽ നന്നായിട്ട് എണ്ണ പുരട്ടുക. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ റൂട്ട് മുതൽ ടിപ്പ് വരെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ മാക്സിമം, അതിനപ്പുറം പോകണ്ട. കാരണം എന്ന് വെച്ചാൽ ഉലുവ അങ്ങനെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. അപ്പോൾ ഒരു 15-30 മിനിറ്റ് വരെ അത് ഉണങ്ങാൻ വേണ്ടി വെക്കുക. അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയുക. അപ്പോൾ ഷാമ്പു ഉപയോഗിക്കരുത്. നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും താളിയോ അല്ലെങ്കിൽ കടലമാവ്, ചെറുപയറിൻ്റെ പൊടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ചൂടുവെള്ളത്തിൽ ഉലുവ കുതിരാൻ വേണ്ടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉലുവ പൊടിച്ചതോ അല്ലെങ്കിൽ പൊടിക്കാത്തതോ ആയിട്ടുള്ള ഉലുവ ഇടാം. അപ്പോൾ ഞാനിവിടെ 2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതാണ് ഇടുന്നത്. അപ്പോൾ ഉലുവ പൊടിക്കാത്തതായാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ കുതിർന്ന് കഴിഞ്ഞിട്ട് അരച്ചെടുത്താൽ മതി. ഇതാവുമ്പോൾ ഈസിയാണ്, നമുക്ക് അരക്കേണ്ട ആവശ്യമില്ല. ഉലുവ കുതിരാനായിട്ട് രാത്രിയാണ് വെക്കേണ്ടത്. എന്നിട്ട് അടുത്ത ദിവസം രാവിലെയാണ് ഇത് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ പൊടിയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓവർനൈറ്റ് നമ്മൾ ഇത് കുതിരാനായിട്ട് വെക്കണം. അപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് ഉലുവ കുതിർത്തത് എടുത്ത് യൂസ് ചെയ്യാം. ഉലുവ നമ്മുടെ സ്കിന്നിലുള്ള മുഖക്കുരു, സ്കിൻ വെളുക്കാൻ, സ്കിൻ ടൈറ്റൻ ചെയ്യാൻ, സ്കിൻ സോഫ്റ്റ് ആവാൻ, അതുപോലെ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ സ്കിന്നിന്. അപ്പോൾ നമുക്ക് പല രീതിയിലുള്ള ഫേസ് പാക്കുകൾ ഞാനിനി ചെയ്യുന്നുണ്ട്. അപ്പോൾ കോമ്പിനേഷൻ സ്കിന്നിനും നോർമൽ സ്കിന്നിനുള്ള ഫേസ് പാക്കാണ് ഒന്നാമത്തത്. അത് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ ഉലുവപ്പൊടി കുതിർത്തത്, അതാണ് ഒന്നാമത്തെ ഫേസ് പാക്ക്. അപ്പോൾ ഉലുവ ആണെന്നുണ്ടെങ്കിൽ, അതായത് പൊടിക്കാത്ത ഉലുവയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് അരച്ചെടുക്കുക, എന്നിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക. ഈ 3 ഫേസ് പാക്കുകളും നമുക്ക് ഐസ് ക്യൂബുകളാക്കിയിട്ട് അങ്ങനെ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഓയിലി സ്കിന്നുകാർക്കുള്ള ഫേസ് പാക്കാണ് രണ്ടാമത്തത്. അത് മറ്റൊന്നുമല്ല, അലോവേര ജെല്ലും അതുപോലെ ഉലുവപ്പൊടി കുതിർത്തതും. അപ്പോൾ രണ്ടും സമാസമം എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാച്ചുറൽ അലോവേര ജെല്ല് എടുക്കാം, അതാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നാച്ചുറൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ അലോവേര ജെല്ല് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അത് ഉപയോഗിച്ചാലും മതി. ഇത് 2 ഈക്വൽ ക്വാണ്ടിറ്റി എടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യണം, എന്നിട്ട് ഫേസിലിട്ട് കൊടുക്കുക. അപ്പോൾ അലോവേര ജെല്ല് എങ്ങനെ എടുക്കുക എന്നുള്ളതൊക്കെ ഞാൻ മുമ്പ് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രഷ് അലോവേര ജെല്ലാണ് ഞാനിവിടെ ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവാനും വെളുക്കാനും പിമ്പിൾസ് പോകാനും പിമ്പിൾസിൻ്റെ മാർക്സ് പോകാനൊക്കെ ഈ ഒരു ഫേസ് പാക്ക് ഹെൽപ്പ് ചെയ്യും. എന്നാലും മെയിനായിട്ട് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് വെളുക്കാനാണ്. അപ്പോൾ നമുക്കിത് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാം. നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മൂന്നാമത്തെ ഫേസ് പാക്കിൽ ഉലുവപ്പൊടി കുതിർത്തത്, തേന്, തൈര്, ഇത് 3 നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഉലുവയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ എടുക്കേണ്ടത്. പിന്നെ തേന് 1 ടീസ്പൂൺ എടുത്താൽ മതി, തൈര് 2 ടീസ്പൂൺ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി.
1 ടേബിൾ സ്പൂൺ ഉലുവ പൊടിച്ചത് എടുക്കുമ്പോൾ നമ്മൾ 1 ടീസ്പൂൺ തേനും 2 ടീസ്പൂൺ തൈരും ഇതിലിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ഏത് ഫേസ് പാക്ക് ആണെങ്കിലും അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് നേരം അതൊന്ന് നന്നായിട്ട് യോജിക്കാൻ വേണ്ടിയിട്ട് തന്നെ വെക്കണം കേട്ടോ. എന്നിട്ട് വേണം അത് ഫേസിലിടാൻ. നമ്മൾ ആ മിക്സ് ചെയ്ത ഉടനെ തന്നെ എടുത്ത് ഫേസിലിടരുത്. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത ഫേസിൽ ഇതിട്ട് കൊടുക്കുക. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് വെള്ളം സ്പ്രേ ചെയ്യുക. എന്നിട്ട് വീണ്ടും 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വെള്ളം സ്പ്രേ ചെയ്തിട്ട് അത് കുതിർന്ന ശേഷം ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയുക. അപ്പോൾ നമ്മുടെ 3 ഫേസ് പാക്കും റെഡി ആയിട്ടുണ്ട്. ഇത് ആഴ്ചയിൽ 3 or 4 തവണ അപ്ലൈ ചെയ്യുക. അങ്ങനെ 1 മാസമെങ്കിലും തുടർച്ചയായിട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഒരു ചെറിയ വിശേഷം എന്ന് വെച്ചാൽ ഈ കോസ്റ്റ്യൂം എന്ന് വെച്ചാൽ ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്യൂമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സാരിയിൽ വന്നിട്ടുള്ളത്. നാറ്റക്കേസ് എന്നാണ് ഷോർട്ട് ഫിലിമിൻ്റെ പേര്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.